PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 10ാം ക്ലാസ്സിന്റെ മാത്സ് ആണ് എടുക്കണേ. ചാപ്റ്റർ 5 ട്രിഗ്നോമെട്രി, ത്രികോണമിതി എന്ന് പറയും. ത്രികോണമിതി നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്ക് ആവശ്യമുള്ള ഒരു ഭാഗമാണ്. കാരണം ഇപ്പൊ നമ്മൾ ഫസ്റ്റിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് ഇവിടെ ത്രികോണമിതി ത്രികോണങ്ങള് നമ്മൾ കഴിഞ്ഞ പോലെ നമ്മൾ പഠിച്ചതാണ് കേട്ടോ. ത്രികോണങ്ങളിലെ അംശബന്ധം നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. എങ്ങനത്തെ ട്രയാങ്കിൾസ് നമുക്കറിയാം. സാധാരണ നമ്മളുള്ള ട്രയാങ്കിൾസ് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ അതിനെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ മട്ട ത്രികോണം പഠിച്ചിരുന്നു അല്ലെ. കഴിഞ്ഞ കൊല്ലം നമ്മൾ 2 അംശബന്ധം പഠിച്ചിരുന്നു മട്ട ത്രികോണത്തിന്റെ. ആ അംശബന്ധത്തിനെ കുറിച്ചാണ് എന്താണ് 45, 45, 90, 30, 60, 90. നമ്മൾ സെറ്റ് സ്ക്വയർ 2 സെറ്റ് സ്ക്വയറുകൾ എടുത്ത് നോക്കാം. ഒന്ന് 45, 45, 90 ആണ്. 30, 60, 90 ആണ് അല്ലെ. അപ്പോ നമുക്ക് കഴിഞ്ഞത് പഠിച്ചതാണ്. പക്ഷെ നമ്മളിവിടെ പ്രൂവ് ചെയ്ത് കാണിക്കണേ. ഫസ്റ്റ് നമ്മുടെ ടോപ്പിക് ആംഗിൾസ് ആൻഡ് ദ സൈഡ്സ് ആണ്. ആംഗിളും സൈഡും നമുക്കറിയാം. ട്രയാങ്കിളില് നമ്മൾ 8ാം ക്ലാസ്സിലും ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചു. എന്താണ്? തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങള് തുല്യമാണ്. ദ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾ. ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സ് ഈക്വൽ ആണ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ട്രയാങ്കിൾ നോക്കാം. ഇറ്റ്സ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. നമുക്ക് ഈ പാഠത്തില് ട്രിഗ്നോമെട്രിയിലെ ത്രികോണമിതിയിലെ ട്രയാങ്കിൾസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആക്കണം കേട്ടോ. എങ്കിലേ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കുന്ന തിയറി എല്ലാം എന്തിനുള്ളതാണ്? മട്ട ത്രികോണത്തിലെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആദ്യം നമ്മളിവിടെ ഒരു പടം തന്നിട്ടുണ്ട്. ടെക്സ്റ്റിലെ ഫസ്റ്റ് പേജിലെ ടോപ്പിക് എല്ലാവരും എഴുതാം. ആംഗിൾസ് ആൻഡ് ദ സൈഡ്സ് ആണ്. അതില് ഇവിടെ നോക്കാം. 45, 45 ഇത് റൈറ്റ് ആംഗിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇത് 90 ആണ് അല്ലെ. 45, 45, 90 നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഒരു സൈഡ് തന്നിട്ടുണ്ട് 3 സെന്റിമീറ്റർ. ഇതാണ് നമുക്ക് ചോദ്യം തന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിന്റെ ബാക്കിയുള്ള സൈഡ് കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ ഇതിന്റെ റേഷ്യോയിലേക്ക് ആക്കാണ്. അപ്പൊ ഇത് 45, 45, 90 ആണെങ്കിൽ ഇത് 45-നെതിരെയുള്ള വശം 3 ആണെങ്കിൽ ഈ 45-നെതിരെയുള്ള വശം എന്താണ്? 3 തന്നെയാണ്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചിരുന്നത്? തുല്യ കോണിനെതിരെയുള്ള വശങ്ങൾ തുല്യമാണ്. അറിയാം എല്ലാവർക്കും അല്ലെ. ചെറിയ ക്ലാസ് നമ്മൾ പഠിച്ചതാണ്. കഴിഞ്ഞ കൊല്ലം അതിന് മുൻപത്തെ കൊല്ലം ഒക്കെ നമ്മൾ പഠിച്ചു. തുല്യ കോണിനെതിരെയുള്ള the side opposite to equal angle. ഈ ആംഗിൾ 45, ഈ ആംഗിൾ 45. അപ്പൊ ഈ 45-നെതിരെയുള്ള സൈഡ് 3 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ 45-നെതിരെയുള്ള സൈഡ് 3 സെന്റിമീറ്റർ ആണ്. And what should be the third side? ഹൈപ്പോട്ടിന്യൂസ് ആണ്. അതിന് നമ്മുടെ പൈതഗോറസ് തിയറം നമ്മൾ നോക്കാം. എന്താ നമ്മുടെ പൈതഗോറസ് തിയറം? ബേസ് സ്ക്വയർ പ്ലസ് altitude square is equal to hypotenuse square ആണ് അല്ലേ. പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞാൽ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ is equal to എന്താണ്? കർണം സ്ക്വയർ ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അല്ലേ. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ is equal to കർണം സ്ക്വയർ. അപ്പൊ 3 സ്ക്വയർ ബേസ് സ്ക്വയർ. ബേസ് ഇവിടെ എന്താണ്? 3 സ്ക്വയർ ആണ്. പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് ഉന്നതി എത്രയാണ്? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ലംബം ഇവിടെ 3 ആണ്. 3 സ്ക്വയർ ഈസ് ഈക്വൽ ടു ആണ് ഹൈപ്പോട്ടിന്യൂസ്. അപ്പൊ 3 സ്ക്വയർ എത്രയാ? 9 പ്ലസ് 3 സ്ക്വയർ 9. അപ്പൊ നമുക്ക് കിട്ടി 18. അപ്പൊ h സ്ക്വയർ ഹൈപ്പോട്ടിന്യൂസിന്റെ സ്ക്വയർ ആണ് 18 അല്ലേ. അപ്പൊ h എത്രയായിരിക്കും? ഹൈപ്പോട്ടിന്യൂസ് എത്രയായിരിക്കും? കർണം. ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ കർണം കേട്ടോ. കർണം നമ്മൾ വാക്കുകൾ ശ്രദ്ധിക്കാം. പാദം, ലംബം, കർണം. ബേസ്, ഓൾട്ടിറ്റ്യൂഡ് ആൻഡ് ഹൈപ്പോട്ടിന്യൂസ് അല്ലേ. ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ആണ്. h-ന്റെ സ്ക്വയർ ആണ് 18 ആണ്. അപ്പൊ 18-ന്റെ റൂട്ട് കാണണം. റൂട്ട് കാണുമ്പോ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ എടുക്കുക. എന്ന് വെച്ചാൽ ഒരു പൂർണ്ണവർഗം. 18-ന്റെ ഫാക്ടേഴ്സ് നമുക്ക് എഴുതാം 9 × 2. കാരണം ഒന്ന് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഒന്ന് 9 പൂർണ്ണവർഗമല്ലേ. ആ പൂർണ്ണവർഗമാക്കാം. എന്നിട്ട് നമ്മൾ ഇടിക്കുക അല്ലെ. അല്ലെങ്കിൽ നമുക്ക് എന്താണ് 6 × 3 18 ആക്കാം. പക്ഷെ നമ്മളിവിടെ അത് എടുക്കില്ല. കാരണം എന്താണ്? ഇതിന് നമുക്ക് 18-നെ 6 × 3 ആക്കാം. ഈ 6 × 3 വീണ്ടും പുറത്തേക്ക് എടുക്കുമ്പോൾ വല്ലതും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ റൂട്ട് ഇടാൻ പറ്റുമോ? അതുകൊണ്ട് നമ്മൾ ഇത് എടുക്കില്ല കേട്ടോ. നമ്മൾ എടുക്കുന്നത് എന്താണ്? 9 × 2. അപ്പൊ ഏതെങ്കിലും ഒരു പൂർണ്ണവർഗമുള്ള ഒരു ഫാക്ടേഴ്സ് എടുക്കണം. ഇനി നമുക്ക് 9-ന്റെ പുറത്തെടുക്കാം. 9 പുറത്തെടുക്കുമ്പോൾ 9-ന്റെ റൂട്ട്
എത്രയാണ്? 3 ആണ്. അപ്പൊ ഇത് എത്ര കിട്ടി? റൂട്ട് 2 കഴിഞ്ഞാൽ വേറെ വാല്യൂ നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പൊ ഇത് കിട്ടിയത് നമുക്ക് 3√2 കിട്ടിയോ? മനസ്സിലായോ? അപ്പൊ ഇവിടെ നമ്മളിപ്പോ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ഒരു മട്ടത്രികോണം അല്ലെ? ഈ മട്ടത്രികോണത്തില് ഒരു സൈഡേ നമുക്ക് തന്നിട്ടുള്ളൂ 45. അങ്ങനെ വരുന്ന സമയത്ത് ഇത് 45 ആണ്. അപ്പൊ ഇതിന്റെ 3 ആണെങ്കിൽ ഈ ആംഗിൾ 45 ആണ്. അപ്പൊ ഈക്വൽ ആംഗിൾസ് ആണ്, തുല്യ കോണുകളാണെങ്കിൽ അതിനെതിരെയുള്ള വശങ്ങളും തുല്യമാണ്. അപ്പൊ നമുക്ക് ഇത് 3 ആണെങ്കിൽ ഇത് എന്താണ്? 3 ആണ്. കിട്ടി. ഇനി നമ്മൾ ഹൈപ്പോട്ടിന്യൂസ് കാണാം. ഇത് 3 കിട്ടി. ഇനി ഈ വശം കിട്ടാൻ നമ്മൾ പൈതഗോറസ് തിയറം വെച്ച് ചെയ്ത് എല്ലാവർക്കും മനസ്സിലായില്ലേ? 3ന്റെ സ്ക്വയർ പ്ലസ് 3ന്റെ സ്ക്വയർ. അപ്പൊ 9 പ്ലസ് 9 18 ആണ്. ദാറ്റ് ഈസ് h സ്ക്വയർ ആണ് 18. അപ്പൊ h = 3√2 കിട്ടി. അപ്പൊ ഇത്രയും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിന്റെ റേഷ്യോയിലേക്ക് എഴുതാണ് കേട്ടോ. റേഷ്യോയിലേക്ക് എഴുതുമ്പോ നമ്മൾ എഴുതുന്നത് ഫസ്റ്റ് നമ്മുടെ ട്രയാങ്കിൾ നോക്കാം. 45:90. ഇതാണ് ആദ്യത്തെ ത്രികോണത്തിന്റെ ആംഗിൾസ്. ആംഗിൾസിന്റെ റേഷ്യോ തന്നെയായിരിക്കും സൈഡ്സിന്റെ റേഷ്യോ. അപ്പൊ എത്രയാണ്? 3:3√2 അല്ലെ? റേഷ്യോ എഴുതുമ്പോൾ നമുക്ക് എപ്പോഴും കോമൺ ആയിട്ടുള്ളത് ഫുള്ള് നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എത്ര കിട്ടി? 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ 1 ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1. ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ബാക്കി 1 അല്ല, 3 വെട്ടിപ്പോയാൽ ബാക്കി എത്ര കിട്ടി? √2 കിട്ടിയോ? അപ്പൊ നമ്മുടെ ട്രയാങ്കിളിന്റെ റേഷ്യോ നമുക്ക് കിട്ടി 45:90 റേഷ്യോ എങ്ങനെയാണ്? 1:1:√2. മറക്കരുത് കേട്ടോ. ഇതെല്ലാവരും പഠിച്ചു. നമ്മൾ കഴിഞ്ഞാലും പഠിച്ചതാണ്. പക്ഷെ ഇതിപ്പോ ഒന്നും കൂടി പ്രൂവ് ചെയ്ത് നമ്മൾ തെളിയിച്ച് കാണിച്ചു തരാണ് അല്ലെ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ റേഷ്യോ 45:90. അതെന്ത് കിട്ടി? 3:3√2 ഈ കണക്കില് അല്ലെ? അപ്പൊ ഇനി നമ്മൾ ഏത് കണക്ക് വന്നാലും നമുക്ക് ഏത് അംശം ഇട്ടാൽ മതി? 1:1:√2 എന്ന് പറഞ്ഞ റേഷ്യോയിൽ നിന്ന് നമ്മൾ പുറത്തെടുക്കുമ്പോ ഇത് നമ്മൾ എങ്ങനെ എഴുതും? 1x. ഇത് എഴുതുമ്പോ എന്താണ്? 1x. ഇത് എത്രയാണ്? √2x. ഒരു വാരിയബിൾ, അത് x ഇടുന്നതൊന്നും ഇല്ല കേട്ടോ. ഏതെങ്കിലും ഒരു വാരിയബിൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടാണ് പുറത്തേക്ക് എടുക്കുക. അപ്പൊ നമ്മൾ ഈ ഒരു സൈഡ് ഒരു x, ഈ ഒരു സൈഡ് ഒരു x ആണെങ്കിൽ ഇത് എന്താണ്? √2x ആണ്. x എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കണ്ടുപിടിച്ചു 3 ആണ്. അപ്പൊ ഇനി നമ്മൾ ഓരോന്നിന്റെയും സൈഡ് കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാണ്. ഒരു വശം തന്നാൽ മതി. ഒരു വശം തന്നാൽ ബാക്കി 3 നമുക്ക് കണ്ടുപിടിക്കാം. നമ്മുടെ ഈ റേഷ്യോ നമുക്ക് മതി. കിട്ടിയില്ലേ? അപ്പൊ 45:45 ഇതിന്റെ 1:1:√2. അടുത്ത നമ്മുടെ ട്രയാങ്കിൾ ആണ് നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? അടുത്ത പേജിൽ നമുക്ക് തന്നിരിക്കുന്നു. ഇവിടെ അടുത്ത റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ 30-60 3 സെന്റിമീറ്റർ തന്നെയാണ് തന്നിരിക്കുന്നത്. നോക്കാം. അടുത്ത ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഞാൻ കുറച്ചുകൂടി നീങ്ങിപ്പോയി. അങ്ങനെ നീക്കി വരയ്ക്കുക. എന്താണ് സുഖം? സാറിന് ഇവിടെ സ്ഥലമുണ്ട്. നിങ്ങൾ കുറച്ച് നീക്കി വരച്ചോട്ടെ. കാരണം ഇപ്പോഴത്തെ സ്ഥലം വേണം നമുക്ക് ഇത് 60 ഡിഗ്രി തന്നിട്ടുണ്ട്. ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഇത് 60, ഇത് 30 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്. ഇറ്റ്സ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇതിന്റെ നമുക്ക് റേഷ്യോ നമ്മൾ കഴിഞ്ഞാൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ് കേട്ടോ. 30-60-90 ഈ 2 കാര്യങ്ങളാണ് ഈ പടത്തിൽ ശരിക്കും നന്നായിട്ട് മനസ്സിലാക്കിയാൽ ഈ പടത്തിന്റെ ബേസ് ആയിട്ട് നമുക്ക് ഇതാ കിട്ടേണ്ടത്. 30-60-90 ഇതുപോലെ തന്നെ നമുക്ക് കാണണം. ഇവിടെ 3 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. നമ്മള് ഇതിനെ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കണം. എന്താണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പ്രത്യേകത? സമഭുജ ത്രികോണത്തിന്റെ പ്രത്യേകത. സമഭുജ ത്രികോണം ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 3 വശവും തുല്യമാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മള് ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇത് 60 ഡിഗ്രിയാണ്. ഇവിടെ എന്താണ്? 60 ഡിഗ്രിയാണ്. അപ്പൊ ഇത് 30 ആണെങ്കിൽ ബാക്കി ഇവിടെ എത്രയാണ്? 30. അപ്പൊ ആംഗിൾസിന്റെ കാര്യം തീരുമാനമായി ഇക്വിലാറ്ററൽ ട്രയാങ്കിളില് കേട്ടോ. സമഭുജ ത്രികോണത്തിലെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിലെ 3 ആംഗിൾസ് നമ്മൾ 60 എഴുതി. ഇനി 3 സൈഡും ഈക്വൽ ആണ്. നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ശീർഷത്തിൽ നിന്ന് ഇത് വരച്ചു കഴിഞ്ഞാൽ ശീർഷത്തിൽ നിന്ന് ഈ വെർട്ടിസിൽ നമ്മൾ ഒരു പെർപെൻഡിക്കുലർ ലൈൻ ലംബം വരച്ചു കഴിഞ്ഞാൽ അത് ഇതിനെ സമഭാഗം ചെയ്യും. പഠിച്ചിരിക്കുന്നതാണ് ഐസോസെലസ് ട്രയാങ്കിൾ വെച്ചിട്ട്. അപ്പൊ ഇത് 3 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ 3. ഇത് മാത്രം നമുക്ക് തന്നിട്ടുള്ളൂ കേട്ടോ. നമ്മൾ അതിൽ നിന്ന് കാണുന്നതാണ്. ഇത് 3 ആണെങ്കിൽ
3 അപ്പൊ ഇവിടെ 3+3 ഈ വശം എത്രയാ 6. അങ്ങനെയാണെങ്കിൽ ഈ വശം എത്രയാ 6. ഈ വശം എത്ര കിട്ടി 6. ഇനി നമ്മൾ ഇതിന്റെ റേഷ്യോ എഴുതാൻ പോവാണ് കേട്ടോ. നോക്കാം. ഇനി നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ മാത്രമാണ് കേട്ടോ. ഇത് മാത്രമല്ലേ നമുക്കിപ്പോ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് എന്താണ്? ഇത് മാത്രം എന്ന് പറഞ്ഞാൽ ഇത് 60, ഇത് 30. ഈ വശം 6 കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് നീട്ടി വരച്ച് കാണിച്ചു തന്നത് കേട്ടോ. ഈ വശം 6, ഇത് 3 ആണെങ്കിൽ ഇത് 6 കാരണം ഇത് ഈക്വൽ ആയിട്ട് ട്രയാങ്കിൾ ആകുമ്പോൾ ഇത് 3 ആയപ്പോ ഇവിടെ 3. അപ്പൊ 3+3 6 ഈ വശം 6, ഈ വശം 6. അപ്പൊ നമ്മൾ ഇതിന്റെ ഈ ഒരു ഭാഗം ഈ ഒന്നാമത്തെ ഈ ഒരു ഭാഗം മാത്രം ഇവിടെ എടുത്ത് വരയ്ക്കുകയാണ്. ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. 30, 60, 90 റേഷ്യോ നോക്കാം. റേഷ്യോ നോക്കുന്നതിന് മുൻപ് ഈ ഒരു സൈഡ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ വീണ്ടും കഴിഞ്ഞ വർക്കിൽ ചെയ്ത പോലെ തന്നെ പൈതഗോറസ് തിയറം കാണാം. എങ്ങനെയാണ് പൈതഗോറസ് തിയറം? ബേസ് സ്ക്വയർ plus altitude square is equal to hypotenuse square. പാദം സ്ക്വയർ പ്ലസ് ലെവൽ സ്ക്വയർ is equal to കർവൻ സ്ക്വയർ. പക്ഷെ ഇവിടെ നമുക്ക് കാണേണ്ടത് ഇവിടെ നമുക്ക് ഹൈപ്പോട്ടിന്യൂസ് ആണ് കാണേണ്ടത്. അതുകൊണ്ട് നമ്മൾ രണ്ടും കൂടി പ്ലസ് ചെയ്തു അല്ലേ. പക്ഷെ ഇവിടെ കാണേണ്ടത് ഓൾട്ടിറ്റ്യൂഡ് ആണ്. ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ കാണാനായിട്ട് എന്ത് ചെയ്യണം? ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയറിൽ നിന്ന് മൈനസ് ബേസ് സ്ക്വയർ അല്ലെ. ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ എത്രയാണ്? 6ന്റെ സ്ക്വയറിൽ നിന്ന് നമ്മൾ ബേസിന്റെ സ്ക്വയർ 3ന്റെ സ്ക്വയർ മൈനസ് ചെയ്തു. 6ന്റെ സ്ക്വയർ എത്രയാ? 36 അല്ലേ. 3ന്റെ സ്ക്വയർ എത്രയാ കിട്ടുന്നത്? 9 നമുക്ക് കിട്ടിയത്. അപ്പൊ 6ന്റെ സ്ക്വയറിൽ നിന്ന് 3ന്റെ സ്ക്വയർ മൈനസ് ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടി 36ൽ നിന്ന് 9 മൈനസ് ചെയ്യാം. അപ്പൊ എത്ര കിട്ടുന്നത്? 27 അല്ലേ. 36ൽ നിന്ന് 9 മൈനസ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് 27 ആണ്. ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. സോ ഓൾട്ടിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു നമ്മളിവിടെ ABC കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലെങ്കിൽ AB ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? AB സ്ക്വയർ ആണിത് അല്ലേ. AB സ്ക്വയർ ആണ് 6 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. അപ്പൊ നമുക്ക് കിട്ടി 36 മൈനസ് 9 27 ആണെങ്കിൽ AB is equal to റൂട്ട് ഓഫ് 27 എന്ന് പറഞ്ഞാൽ 27ന്റെ ഫാക്ടേഴ്സ് എഴുതണം. എങ്ങനെ ഫാക്ടേഴ്സ് എഴുതണം? ഞാൻ പറഞ്ഞ 1 പെർഫെക്റ്റ് സ്ക്വയർ ആവണം. അപ്പൊ എത്രയാണ് നമുക്കറിയാം? 9 × 3 27 അല്ലെ. 9 × 3 27. അതിൽ 9ന്റെ റൂട്ട് നമുക്ക് പുറത്തെടുക്കാം. 9ന്റെ റൂട്ട് എത്രയാ? 3 ആണ്. ബാക്കി ഇവിടെ എന്താണുള്ളത്? റൂട്ട് 3 ഉണ്ട്. കിട്ടിയോ? അപ്പൊ ഇവിടെ എത്രയായിരിക്കും? ഈ സൈഡ് എത്രയാ? 3√3 കിട്ടിയല്ലായിരിക്കും. മനസ്സിലായില്ലേ? ഇത് 3 ആണ്, ഇത് 6 ആണെങ്കിൽ ഈ സൈഡ് എത്രയാ? 3√3. അപ്പൊ ഇനി നമ്മൾ ഇതിന്റെ റേഷ്യോ നമ്മൾ എഴുതാം. എങ്ങനെയാ റേഷ്യോ എഴുതാം? 30, 60, 90. എങ്ങനെ എഴുതാൻ? 30:60:90 റേഷ്യോ. 30-നെതിരെയുള്ള വശം എത്രയാ? 3 കിട്ടിയില്ലേ. ഇനി 60-നെതിരെയുള്ള വശം എത്രയാണ്? 3√3. അടുത്ത് 90-നെതിരെയുള്ള വശം എത്രയാണ്? 6 കിട്ടി. ഇനി ഇതിൽ നിന്ന് നമുക്ക് കോമൺ ആയിട്ടുള്ളത് എന്ത് പുറത്തെടുക്കാം? 3 പുറത്തെടുക്കാം. 3ലും ഇല്ലേ. അപ്പൊ ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ എത്ര കിട്ടി? 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ 1. 3√3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ 3 വെട്ടിപ്പോയി. ബാക്കി എത്രയാ? നോക്കിയേ. 3√3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വെട്ടിപ്പോയി. ബാക്കി ഇവിടെ എത്ര കിട്ടി? √3. റേഷ്യോ എഴുതണം കേട്ടോ. ഇനി 6ൽ നിന്ന് 3 പുറത്തെടുത്താൽ എത്രയാണ്? പുറത്തെടുക്കാൻ 6 - 3 അല്ല കേട്ടോ. 6 ഡിവൈഡഡ് ബൈ 3. അപ്പൊ എത്രയാണ്? 6നെ 3 കൊണ്ട് മൈനസ് ചെയ്താൽ ഇവിടെ തെറ്റും 3 കിട്ടുന്നത്. 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എത്ര കിട്ടുന്നത്? ഇവിടെ 2 ആണ്. സോ വാട്ട് ഈസ് ദ റേഷ്യോ? 30, 60, 90 നമുക്ക് കഴിഞ്ഞ പഠിച്ചതാണ്. 1:√2 കിട്ടിയോ? അപ്പൊ ഈ 2 കണക്കിൽ കൂടെ നമുക്ക് നമ്മുടെ തിയറി നമ്മൾ പ്രൂവ് ചെയ്തു. 45, 45, 90 എന്ന് പറഞ്ഞാൽ 1:1:√2 കിട്ടിയില്ല എല്ലാവർക്കും. ഫസ്റ്റ് ട്രയാങ്കിൾ ആണ് 45, 45, 90. ഇനി നമുക്കിത് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇത് ബൈ ഹാർട്ട് അങ്ങ് പഠിച്ചാൽ മതി. 45, 45, 90 എന്ന് പറഞ്ഞാൽ 1:1:√2 ആണ്. 30, 60, 90 എന്ന് പറഞ്ഞാൽ എന്താണ്? 1:√3:2 ആണ്. 30-നെതിരെയുള്ള വശം 1x ആണെങ്കിൽ 60-നെതിരെയുള്ള വശം
90-നെതിരെയുള്ള വശം 2x. എക്സ് എന്ന് പറഞ്ഞ വാല്യൂബിൾ കൊടുക്കാൻ കാരണം നമ്മള് റേഷ്യോയുടെ ഉള്ളില് നമ്മൾ കോമൺ ആയിട്ടുള്ളത് പുറത്തെടുത്ത് നമ്മൾ കളയാണ് ചെയ്തത്. കോമൺ ആയിട്ട് നമ്മൾ വെട്ടിക്കളയും അല്ലെ. ഇവിടെ 3 കൊണ്ട് വെട്ടിക്കളഞ്ഞില്ലേ, കാരണം കോമൺ ആയിട്ടുള്ള 3 എല്ലാത്തിനും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ 3 കൊണ്ട് വെട്ടിക്കളഞ്ഞു. കിട്ടി എല്ലാവർക്കും? ഈ 2 കണക്ക് മനസ്സിലായില്ലേ? ഇനി അടുത്ത കണക്ക് ഏറ്റവും ബേസിക് ആയിട്ട് ഈ 2 കാര്യങ്ങളാണ് കിട്ടുന്നത് കേട്ടോ. ഈ 2 കാര്യങ്ങൾ കിട്ടിയാലാണ് നമുക്ക് ഈ പാഠത്തിലെ സൈന്, കോസ്, ടാൻ ഒക്കെ കാണാൻ നമുക്ക് എളുപ്പമാവുള്ളൂ. ഇനി അടുത്ത കണക്ക്, ഇപ്പൊ നമ്മൾ 2 മട്ടത്രികോണത്തിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ. പക്ഷെ അടുത്ത് 2 മട്ടത്രികോണം പറഞ്ഞു ഏതൊക്കെയാണ്? 45, 45, 90, 30, 60, 90. 45, 45, 90 നമ്മൾ 1:1:2 ആണെങ്കിൽ 30, 60, 90 പറഞ്ഞാൽ 1:√3:2. വീണ്ടും വീണ്ടും ഞാൻ ഈ പറയുന്നത് മനസ്സിൽ നന്നായിട്ട് തറപ്പിച്ച് വെക്കുക. എപ്പോ ചോദിച്ചാലും കിട്ടണം റേഷ്യോ ഫോം കേട്ടോ. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞത് എന്താ? മട്ടത്രികോണമാണെങ്കിലാണ് നമ്മൾ ഈ പാഠത്തിന് പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഈ റേഷ്യോയിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ട്രിഗ്നോമെട്രി, ത്രികോണമിതി എന്ന് പറഞ്ഞാൽ മട്ടത്രികോണമാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വേറൊരു ട്രയാങ്കിൾ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ട്രയാങ്കിൾ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ ആംഗിൾ 45 ഡിഗ്രി and this is അടുത്ത് നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്? 30 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ഇത് 105, 105 ഡിഗ്രി. ഇത്രയുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. കണ്ടില്ലേ എല്ലാവരും? നമുക്ക് വേണമെങ്കിൽ പേര് കൊടുക്കാം ABC. ഇതിനെ നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് അറിയോ? 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആക്കണം. എന്തായാലും റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആക്കാണ്ട് നമുക്ക് പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ ഇങ്ങ് വരയ്ക്കാം. ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാൽ ദിസ് ഇസ് 90 ഡിഗ്രി ആൻഡ് ദിസ് ഇസ് 90 ഡിഗ്രി അല്ലെ. 2 90 ഡിഗ്രികളായി. അപ്പോ ഇവിടെ 90 ഡിഗ്രിയാണ്, ഇവിടെ 45 ആണെങ്കിൽ ഈ 2 ആംഗിൾസിനെ നമ്മൾ വിഭജിക്കണം അല്ലെ. അപ്പൊ നമുക്ക് ഈ ഇതിൽ എങ്ങനെയാണ് ആംഗിൾസ് ഒന്ന് കണ്ടുപിടിക്കാം? എങ്ങനെയായിരിക്കണം? ഇവിടെ 45 ആണ്, ഇവിടെ 90 ആണെങ്കിൽ ബാക്കി ഇവിടെ എത്ര വരുള്ളൂ? ഈ 105നെ നമ്മൾ ഡിവൈഡ് ചെയ്യാം, മൈനസ് ചെയ്യാം. 2 ഭാഗമാക്കി നമ്മൾ മാറ്റുമ്പോൾ ഇവിടെ എത്രയാ വരുന്നത്? 45 ആണ്. കാരണം ഒരു ത്രികോണത്തിന്റെ ആന്തരകൊണ്ട് തുക 180 ആണ്. ഇവിടെ 90 ഉണ്ട്, ഇവിടെ 45 ഉണ്ടെങ്കിൽ പിന്നെ 45 കൂടി പറ്റുള്ളൂ അല്ലെ. അതുകൊണ്ടേ കിട്ടി. അപ്പൊ 105ൽ നിന്ന് 45 കുറയ്ക്കാനുണ്ട്. ടോട്ടൽ 105 ആണ്, അതിൽ നിന്ന് 45 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? ഇവിടെ 60 കിട്ടും. അപ്പൊ ഈ ആംഗിൾ എത്ര കിട്ടി? 60. ഇപ്പൊ നമ്മൾ 2 ട്രയാങ്കിൾസ് ആയിട്ട് നീങ്ങും. ഇനി നമ്മൾ ഇതിന്റെ സൈഡ്സ് കണ്ടുപിടിക്കണം, ഇതിന്റെ വശങ്ങളുടെ നീളങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ.